താനേത് എങ്ങോട്ട് പോകുന്നു? ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ, വസ്ത്രങ്ങൾ ധരിക്കണ്ടേ, നിത്യ ചെലവുകൾ നടക്കണ്ടേ, അതിനൊക്കെ ക്യാഷ് വേണ്ടേ? ലീവ് അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് പോകുന്നു. അമ്മ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ആരുടെയും സമാധാനിപ്പിക്കൽ ആവശ്യമില്ല. പിടിപ്പില്ലാത്തവര് ധനവും വസ്തുക്കളും കൈകാര്യം ചെയ്യുമ്പോ എന്തൊക്കെ സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഇവിടെ കണ്ടത്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നിടത്ത് നിന്ന് ഒന്നേന്ന് തുടങ്ങണം. സിദ്ധു വിഷമിക്കണ്ട. സിദ്ധുവിനെ കൊച്ചാക്കൊന്നുമല്ല. വരുമാനമില്ലാതെ മുൻപോട്ട് എങ്ങനെ പോകും നമ്മള്? ഞാൻ ശമ്പളമില്ലാത്ത അവധിയെടുത്തല്ലേ, തിരികെ പ്രവേശിക്കാം. അമ്മേ, എന്തേലും ഒരു ജോലിക്ക് ഞാൻ പൊയ്ക്കോളാം. കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കപ്പെടുന്ന നിനക്ക് എവിടുന്നൊരു ജോലി കിട്ടും? ഞാൻ പൊയ്ക്കോളാം. ജോലി നേടി ഞാൻ കാണിച്ചു തരാം കുടുംബം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. മുമ്പ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ കാറുമായിട്ട് ഡ്രൈവർ കാത്തു നിൽക്കുമായിരുന്നു. ഇന്നിപ്പോ ടാക്സിയോ ഓട്ടോയോ കിട്ടും. ഞാനൊരു ടാക്സി ബുക്ക് ചെയ്തു. ചെറിയ പൈസയുള്ളൂ. തനിക്ക് താനും പുരയ്ക്ക് തൂണുമെന്നല്ലേ. ഇനി കാര്യങ്ങൾ ഞാൻ തന്നെ ഏറ്റെടുക്കാം. സിദ്ധു, ഞാൻ പോയിട്ട് വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.